അപ്പോൾ മെയിൻ ആയിട്ട് ഇത് തുടങ്ങാനായിട്ട് ഒരു റീസൺ ഉണ്ട് കേട്ടോ. അതിന്റെ പുറകിൽ ആക്ച്വലി ഒരു സ്റ്റോറി ഉണ്ട്. ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ വിചാരിക്കുന്നത് ഇത്രയും ചെറിയ പ്രായത്തിൽ നമുക്ക് ഉണ്ടാകുന്ന ട്രോമാസ് നമ്മളെ എത്രത്തോളം നമ്മളെ അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യമാണ്. അതിനുശേഷം പല അവസരങ്ങളാണെന്നുണ്ടെങ്കിൽ ഞാനായിട്ട് എന്നെ ബാക്ക് ഓഫ് ചെയ്തു. എന്റെ കുറച്ച് സ്ട്രഗിൾസും പറഞ്ഞപ്പോൾ കുറച്ച് പേർക്ക് ഇൻസ്പിറേഷൻ ആയിരുന്നു. അപ്പൊ അവർക്ക് കൂടുതൽ ഇൻസ്പിറേഷൻ കൊടുക്കുക എന്നെ കൊണ്ടെന്ന് വെച്ചാൽ ഇതുപോലത്തെ പല ആൾക്കാരെ ഇരുത്തിയിട്ട് അവരുടെ ഒരു ജേണി പറഞ്ഞു കൊടുക്കാന്നുള്ളത്. പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഉണ്ടായിരുന്നു നിനക്ക്? രാത്രി 10 മണി മുതൽ രാവിലെ 10 അത് എല്ലാവരോടും പറയണ കഥയാണ്. അങ്ങനെ അടുപ്പിച്ച് 3-4 ദിവസം സമയം മാറി മാറി വരുമല്ലോ പിള്ളേരുടെ. എനിക്ക് അവൻ നോക്കണ പ്രശ്നമില്ല പിള്ളേരെ, പക്ഷെ രാത്രിയിൽ തുറക്കം നിന്നപ്പോഴാണ് എനിക്ക് പ്രശ്നമായത്. അപ്പൊ നമ്മുടെ ചിന്തകള് മാറ്റിയെടുക്കാനുള്ള കുറെ കാര്യങ്ങൾ കാണുമ്പോൾ, സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി മാറി ചിന്തിക്കും. അങ്ങനെ എനിക്ക് കണ്ട് മാറ്റം വന്നതാണ്. ഇപ്പൊ എനിക്ക് മനസ്സിലായി അങ്ങനെ ഷെയിം ചെയ്യാൻ പാടില്ല എന്നുള്ളത്. എനിക്ക് ഇപ്പൊ ഞാൻ ആരെയും അങ്ങനെ വിളിക്കില്ല. അപ്പൊ നമ്മളങ്ങനെ വിളിക്കാനും പാടില്ല എന്നുള്ളതല്ലേ.